നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ. പോയി ചെക്ക് ചെയ്യണോ? പോണോ സർ? എന്താ കഴിഞ്ഞില്ലേ? മാഡം പ്ലീസ് ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യണം. ചേട്ടാ ഇത് വലിയ കഷ്ടമാണല്ലോ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. മതിയാവോളം പരിശോധിച്ചിട്ട് വണ്ടി തന്നാ മതി. അല്ലെങ്കിൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പൊയ്ക്കോളാം. മാഡം കൂൾ. അയ്യോ സാർ, എന്താ മാഡം ഇത്? എനിക്കൊന്നും അറിയത്തില്ല സർ. ഒരുത്തിയെ കഴുത്തറുത്ത് കൊന്ന് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ട് നീ പോലീസിന്റെ മുമ്പിൽ നിന്ന് ഞെളിയായിരുന്നല്ലേടി? സർ എനിക്കൊന്നും അറിയില്ല. എടോ വിളിക്ക് പിങ്ക് പോലീസിനെ. ബൈപാസ് ബീക്കൺസും ചീറ്റ പെട്രോളിങ്ങും റോഡിലുണ്ടാവും. അവരെ വിവരം അറിയിക്ക്. മീഡിയക്കാരെ വിളിക്ക്. ഇത് വലിയ കളിയാ. ആ സർ. ആ ഇനി എനിക്ക് ഒരു സിഗരറ്റ് വലിക്കാമല്ലോ അല്ലേ മാഡം? മാഡത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോ. പോലീസ് മാഡത്തിന്റെ നെറ്റിയില് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞു. You are booked. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്? ഡോക്ടർ, അങ്ങയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അങ്ങയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും പതറിപ്പോവും. ബട്ട് റിയാലിറ്റി അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഡോക്ടർ നിരഞ്ജൻ ഇപ്പോ ഒരു കൊലപാതകിയുടെ ഭർത്താവാണ്. അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാര്യ ക്രൂരമായൊരു കൊലപാതകം നടത്തിയിരിക്കുന്നു. മൃതദേഹം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വൈറ്റൽ ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വണ്ടി നോട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തത്. പക്ഷെ അക്ഷരയ്ക്ക് ചിന്തിക്കാൻ പോലും ആവില്ല ഇങ്ങനൊരു കാര്യം. ഇത് ചതിയാണ്. മേ ബി. പക്ഷേ നമ്മളിത് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. പ്രൈമ ഡോക്ടറുടെ ഭാര്യ തന്നെയാണ് പോലീസിന്റെ മുന്നിലെ പ്രതി. ബിക്കോസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് എല്ലാം അക്ഷര മാഡത്തിന് എതിരാണ്. സാഹചര്യ തെളിവുകൾ നോക്കിയാണ് പോലീസ് മഹസറും ഇൻക്വസ്റ്റും തയ്യാറാക്കി FIR ഇടുന്നതും റിമാൻഡ് റിപ്പോർട്ട് നൽകുന്നതും.
പക്ഷേ സത്യം അങ്ങനൊന്നില്ലേ സർ. സത്യം പറഞ്ഞില്ലേ, നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തെ കോടതിയിൽ തെളിയിക്കുകയാണ് വേണ്ടത്. തെളിവുകളുടെ മാറ്റിന്റെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സത്യത്തിന്റെ വിജയം. അതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേ പറ്റൂ, സഹകരിച്ചേ പറ്റൂ. സുനിതയെ പോലെ ആരോഗ്യമുള്ള ഒരാളെ അക്ഷരയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും സർ? ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ അന്വേഷണത്തിലെ പറയാൻ കഴിയും. താങ്കൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. സ്പോട്ടിൽ വന്ന ഫോറൻസിക് ടീം ലീഡർ മിനി മാത്യു മാഡം പറഞ്ഞതാണ് ഇതൊരു പ്രൊഫഷണൽ കട്ടാണെന്ന്. സർജിക്കൽ ബ്ലേഡ് പോലെയുള്ള മൂർച്ചയേറിയ ആയുധം കൊണ്ട് ചെവിക്കും കഴുത്തിനും താഴെ കരോട്ടിഡ് ഗ്ലാൻഡിന് മീതെ 1/2 ഇഞ്ച് ആഴത്തിലുണ്ടാക്കിയ മുറിവ്. സ്പോട്ട് ഡെഡാണ് ഫലമെന്ന് ഡോക്ടർക്ക് അറിയാലോ. അപ്പോ ബലപ്രയോഗത്തിന്റെ ആവശ്യമേ ഇല്ല. കഴുത്ത് മുറിഞ്ഞാൽ ഞരമ്പിലെ ചോര മുഴുവൻ വാർന്നാണ് ആളുകൾ മരിക്കുക എന്ന ഒരു ധാരണ പബ്ലിക്കിനിടയിലുണ്ട്. അത് തെറ്റാണെന്ന് ഡോക്ടറോട് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ 3 മിനിറ്റ് ഇല്ലാതായാൽ മതി, മരണം ഉറപ്പ്. പിന്നെ മിനി മാത്യു മാഡം പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം റിഗർ മോർട്ടിസ് നടന്ന് തുടങ്ങിയതേ ഉള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ മൃതദേഹം തണുത്തുറഞ്ഞ് വടി പോലെയാകാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതിനർത്ഥം കൊലപാതകം നടന്നിട്ട് കഷ്ടിച്ച് 1/2 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ എന്നാ. ശരി, പക്ഷെ ഇത് ചെയ്തത് അക്ഷരയാണെന്ന് എങ്ങനെ സ്ഥാപിക്കും? അക്ഷരയല്ലെന്ന് സ്ഥാപിക്കേണ്ടത് നിങ്ങളാണ്. ഡോക്ടർ രാത്രി തന്നെ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കും. ഞങ്ങളുടൻ അക്ഷര മാഡത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 3 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടും. നാളെ രാവിലെ സ്പോട്ടിൽ തെളിവെടുപ്പുണ്ടാവും. ഒരു ചെറിയ ചടങ്ങായി മാത്രം. നാട്ടുകാരുടെ തിക്കും തിരക്കും ഉണ്ടാവും. മോബ് വയലന്റ് ആയാൽ അതും വലിയ പ്രശ്നമാവും. റിമാൻഡിംഗ് റിപ്പോർട്ട് റെഡിയാണ് സർ. ജുഡീഷ്യൽ കസ്റ്റഡി അപേക്ഷ അറ്റാച്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട് സർ. എന്നാ പിന്നെ ഡോക്ടർ ചെല്ല്, കാര്യങ്ങൾ നടക്കട്ടെ. വേണമെങ്കിൽ വൈഫിനെ 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പോയിക്കോ. അധികം നേരം എടുക്കരുത്.